ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്നും പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാരെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള തന്ത്രപരമായ നീക്കമെന്നും വിലയിരുത്തൽ. ബജറ്റ് പ്രഖ്യാപനത്തെ വിശ്വസിക്കരുതെന്നും വരാനിരിക്കുന്ന സർക്കാരിന് മേൽ അമിത ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് പ്രഖ്യാപനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ഉറപ്പായിരുന്നു. അത് ശരിവെക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വർധനവടക്കമുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം അടിത്തട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അംഗനവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയ ധനമന്ത്രി പത്രപ്രവർത്തകരുടെ ഏറെക്കാലത്തെ ആവശ്യമായ പെൻഷൻ വർധനവിനോട് അനുകൂല സമീപനം കൈക്കൊണ്ടു. ഈ ബജറ്റിൽ 1500 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കാർഷിക രംഗം മെച്ചപ്പെട്ടുവെന്നും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിനിടെ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 1 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നൽകും. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചതായും ധനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ SIR സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ മന്ത്രി അറിയിച്ചു. ഇതിനായി നിയമനിർമ്മാണം നടത്തും. പദ്ധതിയുടെ ചെലവുകൾക്കായി പ്രാഥമികമായി 20 കോടി രൂപ നീക്കിവയ്ക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. SIR മതന്യൂനപക്ഷങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഇതകറ്റാനാണ് കേരള സർക്കാർ നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. SIR നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തലമുറകളായി കേരളത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യരുടെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്ന രേഖ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. VS സെന്റർ സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഏടാണ് VSന്റെ സമരജീവിതം. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ പകർത്തും. ലോകം മാറുന്നതിനോടൊപ്പം കേരളവും മാറണമെന്നും അതിനുവേണ്ടി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായി ഇടപെടലുകൾ നടത്തുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നിലകൊള്ളുമെന്നും മന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക നൽകുമെന്നും പങ്കാളിത്ത പെൻഷനും അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായവും പ്രാവർത്തികമാക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമായ വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി 1000 കോടി രൂപയും MC റോഡ് വികസനത്തിനായി 5017 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. KM മാണിക്കും തോമസ് ഐസക്കിനും ശേഷം കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ദൈർഘ്യമേറിയ ബജറ്റുകളിലൊന്നാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ജനകീയ ക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിക്കുന്നതെന്ന് ആമുഖമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ ഈ ബജറ്റ് പ്രഖ്യാപനം തട്ടിപ്പാണെന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയത്. കേരളത്തിലെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും അങ്ങനെയുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം വിശ്വസിക്കരുതെന്നുമാണ് സതീശന്റെ ന്യായം. അടുത്ത തവണ അധികാരത്തിൽ വരില്ലെന്ന് നന്നായി അറിയാവുന്ന ഈ സർക്കാർ വരാനിരിക്കുന്ന സർക്കാരിനു മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ വിധത്തിലാണ് പ്രതികരിച്ചതെങ്കിലും ജനക്ഷേമപരമായ ഈ ബജറ്റ് അവതരണത്തെ അത്യധികം പ്രതീക്ഷയോടെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം.